വരിക്കശ്ശേരി മന, ഒറ്റപ്പാലം, വരിക്കുമഞ്ചേരി എന്ന വരിക്കാശ്ശേരി മന. ചരിത്രമുറങ്ങുന്ന വരിക്കാശ്ശേരി മനയിലേക്ക് മിഠായിക്കാരൻ്റെ കൂടെ ഏവർക്കും സ്വാഗതം. ഭാരതപ്പുഴയുടെ തീരത്ത് 500 മീറ്റർ അകലെയാണ് മന സ്ഥിതി ചെയ്യുന്നത്. 4 കെട്ടുള്ള വരിക്കാശ്ശേരി മന ഏകദേശം 4 ഏക്കറിലും കൂടുതലുണ്ട്. നമ്മുടെ സ്വന്തം ലാലേട്ടനും മമ്മൂക്കയും മനസ്സിൽ ഇന്നും പതിഞ്ഞു കിടക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചതും ഈ മനയിലൂടെയാണ്. കൊത്തുപണികളോട് കൂടിയ വലിയ തൂണുകളും മരം കൊണ്ടുള്ള മേൽക്കൂരയുമുള്ള പൂമുഖമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. തുളസിത്തറയോട് കൂടിയ നടുമുറ്റം നമ്മൾക്ക് ഏറെ പരിചിതമാണ്. ദേവാസുരത്തിലെ നീലകണ്ഠനും, ആറാം തമ്പുരാനിലെ ജഗന്നാഥനും, പാൽസല്യത്തിലെ വല്യേട്ടനും, ചാപ്പകലിലെ കാര്യസ്ഥനും എല്ലാം തന്നെ നമുക്ക് സമ്മാനിച്ചത് ഈ വരിക്കാശ്ശേരി മനയാണ്. ഇത് വീടിൻ്റെ മുൻവശമാണ് കേട്ടോ. ഇവിടെ ചിത്രപ്പണികളൊക്കെ ചുമരിൻ്റെ പഴയ കാലത്തെ തമ്പ്രാക്കന്മാരെ ചിത്രപ്പണികൾ ചുമരിൽ കാണുന്നുണ്ട്. ഇവിടെ പൊതുവെ വെളിച്ചം കുറവാണ്. ലൈറ്റ് ഇല്ലാത്ത കാരനെ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇടുമ്പോൾ ലൈറ്റ് ഉണ്ടാവും. ഷൂട്ടിങ്ങിന് സമയത്തൊക്കെ നല്ല വെളിച്ചം കിട്ടും. അതുപോലെ തന്നെ കറണ്ട് ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ വന്നപ്പോൾ ഇവിടെ 2-3 ദിവസം മുന്നേ തമിഴ് സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇവർ പോയിട്ടുള്ളൂ. അപ്പോൾ അവിടെ വൈറ്റ് വാഷിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓരോ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞാലും അവിടെ വൈറ്റ് വാഷ് ചെയ്യും. അപ്പോൾ വൈറ്റ് വാഷ് ചെയ്യുന്ന 4-5 ഏട്ടന്മാരെ ഞാനവിടെ കണ്ടു. പിന്നെ മനയുടെ കാര്യസ്ഥനും. ഇതൊക്കെ വല്യേട്ടനിൽ മമ്മൂക്ക ഇരുന്നിരുന്ന സ്ഥലമാണ്. ഇരുന്ന് പേപ്പർ വായിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ വല്യേട്ടനിൽ. നടുമുറ്റത്ത് തുളസിത്തറ. ഇത് ആകാശഗംഗയിൽ കുറച്ച് ഭാഗങ്ങളാണ്. ആകാശഗംഗയിലൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പടത്തിൽ. ഇവിടെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഒരുപാട് പടം, 100 പടത്തിന് മേലെ മലയാള പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അന്യ സംസ്ഥാനക്കാരും വരുന്നുണ്ട്. തമിഴ്, ഹിന്ദി, തെലുങ്ക് ഒക്കെ വന്ന് ചെയ്തു പോകുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം മനയിൽ വന്നാലേ അവിടുത്തെ കാര്യങ്ങൾ അറിയുള്ളൂ. ഞാൻ വന്നപ്പോൾ വലിയൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കടത്തി വിടുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ കടത്തി വിട്ടു. വളരെ മനോഹരമായ തൂണുകൾ കേട്ടോ, പഴയ കാലത്ത്. ഇത് മണിച്ചിത്രത്താഴിലെ ആ ഭാഗങ്ങളാണ്. ആ കോണി കയറി പോകുന്ന ഭാഗങ്ങളില്ലേ, അവിടെയൊക്കെ ഇരുട്ടാണ്. ലാലേട്ടൻ്റെ ഒരുപാട് പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ പടങ്ങളും ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വല്യേട്ടിൽ കാണിക്കുന്ന ഭാഗങ്ങളാണ്. ഇതൊക്കെ മണിച്ചിത്രത്താഴിൽ പടത്തിൽ കാണിക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ എനിക്ക് തന്നെ ഒറ്റയ്ക്ക് പോയപ്പോൾ ചെറിയൊരു പേടി തോന്നി. താഴത്തെ ആളുകൾ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ഇല്ലാതെ ഏകാന്തതയ്ക്ക് കയറി ചെന്നപ്പോൾ എനിക്ക് ചെറിയൊരു മനസ്സിൽ പേടി. ഒരു കാലത്ത് ഒരുപാട് തമ്പരാക്കന്മാർ താമസിക്കുന്ന വീടാണ്. ഓരോ ജനവാതിലുകളൊക്കെ ഒരു ഡോർനട്ടും വലിപ്പുണ്ട്. ഒരു ഹാളിൽ നിന്ന് കിടന്ന 5 റൂമുകളാണ്. ഒരു ഹാളിൽ നിന്ന് 5 റൂമിലേക്ക് കിടക്കാം. റൂമൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ വലിപ്പം തന്നെ ഉണ്ട്. അവിടുത്തെ ഒരു റൂം തന്നെ. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഷൂട്ടിങ്ങിനൊക്കെ ലൊക്കേഷനൊക്കെ ഏറ്റവും കൂടുതൽ ഈ മനകൾ തിരഞ്ഞെടുക്കുന്നത്.
വരിക്കാശ്ശേരി മന ഒരുപാട് പടത്തിലുണ്ട്, ഒരുപാട് പടത്തിൽ. ഇതൊക്കെ നമ്മൾ സാധാരണ ഞാൻ പടത്തിൽ കൂടെ കണ്ടിട്ടുള്ളൂ. ഇപ്പം ഇന്ന് നേരിട്ട് കാണാൻ സാധിച്ചു. അതന്നെ വലിയൊരു മഹാഭാഗ്യം. ഇതാണ് മനക്കിലെ അമ്പലം, തമ്പ്രാക്കന്മാരുടെ അമ്പലമാണ്. അതിനുള്ളിലേക്ക് നമ്മളെ കയറ്റി വിടില്ല. ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാൻ പറ്റില്ല പറഞ്ഞു. തമ്പ്രാക്കന്മാർക്ക് മാത്രമുള്ളൊരു അമ്പലമാണ്. ഇവിടെ തമ്പ്രാക്കന്മാർ താമസമില്ല, അവർ പുറത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി നടത്തുന്ന ജോലിക്കാരാണ്. ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ അവർ വരുമ്പോഴൊക്കെ ഇവരാണ് ജോലിക്കാരത് എല്ലാ കാര്യങ്ങളും നോക്കുക. ക്ഷേത്രം അമ്പലം ഇവിടെ ശ്രീകൃഷ്ണനാണ്, കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതാണ് അമ്പലക്കുളം. ഇവിടെയാണ് ആകാശഗംഗ. അതിൽ ജഗദീഷ് ഇന്നസെൻ്റൊക്കെ കുളിക്കുന്ന ഭാഗം, നരസിംഹത്തിൽ ലാലേട്ടൻ ഇരിക്കുന്ന ഭാഗം, അതൊക്കെ ഈ ഭാഗമാണ്. ഇതാ ഈ കുളമാണത്. വലിയാട്ടിൽ കലാമണിയുടെ പെങ്ങൾ മുങ്ങി താഴുന്ന കുളതാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുളത്തിലിറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന്. അവിടെ കുളത്തിലേക്ക് ഇറങ്ങിയില്ല. പിന്നെ അവിടെ ബോർഡുകൾ വേറെ എഴുതി എന്തൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പ്രവേശനമില്ല കുളത്തിലേക്കും അമ്പലത്തിലേക്കും. ഇതാണ് ആനപ്പന്തൽ. ഇവിടെ 8-10 ആന ഉണ്ടായിരുന്നു എന്നാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ പന്തൽ മാത്രമേ ഉള്ളൂ, ആനകളൊന്നുമില്ല. ഇവിടെ തമ്പ്രാക്കന്മാർ താമസമില്ലാത്ത കാരണേ ആനകളില്ല. ഇപ്പോൾ ഇവിടെ പന്തൽ മാത്രം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്.